എത്രയൊക്കെ ബാധ്യതകളാകുന്നു. സമൂഹത്തില് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ അറിവ് സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും, ഈ പെൺകുട്ടികൾ ജനിക്കുമ്പോ ഒരു ഭയം ഉള്ളില് ഇന്ന് എല്ലാവർക്കും ഉണ്ടല്ലേ. പക്ഷെ യാ, അതിലൊരു മാറ്റം ശരിക്കും കൃത്യമായൊരു മാറ്റം വരേണ്ടതില്ലേ? കാരണം യാ. അവർക്കൊരു നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായ നിലനിൽപ്പ് നൽകുക. ഇതല്ലാതെ വേറൊന്നിനെ കുറിച്ചും അവരോട് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വിവാഹമാണ്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് ഞങ്ങളാണ്, നിനക്ക് വേണ്ടിയാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ തന്നെ അനാവശ്യമല്ലേ വീടുകളിൽ? തീർച്ചയായിട്ടും. അവിടേക്കാണ് നിങ്ങളുടെ പോലെയുള്ള ഈ മാതൃവേദികളും അതുപോലെ തന്നെ കൂട്ടായ്മകളൊക്കെ അതിനുപകരിക്കണം. അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം മക്കളെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പഠിപ്പിക്കണം. പിന്നെ മക്കളെ നമ്മൾ വളർത്തുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കുക, വേറൊരു വ്യക്തിയെയാണ് നമ്മൾ വളർത്തുന്നത്. ഇപ്പം എല്ലാ മക്കളും നമ്മൾ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി എല്ലാ മക്കളും ഒരേപോലെ വളർന്നിട്ട് നമ്മളെ തിരിച്ച് സഹായിക്കുമെന്നും ഓർക്കരുത് കേട്ടോ. പലപ്പോഴും പല അമ്മമാരും വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സിസ്റ്ററെ വീട്ടിലെ അനുഭവങ്ങളെല്ലാം അറിയുന്ന മക്കളായിരുന്നു. അവരെ അവരെ ഞാൻ പട്ടിണി കിടന്ന് കൂലിപ്പണി ചെയ്തൊക്കെ ഞാൻ വളർത്തി വലുതാക്കി, അവർക്കൊരു ജോലി കിട്ടി, വിദേശത്തേക്ക് പോകാനായിട്ട് സാധിച്ചു, വളരെ ഉയർന്ന നിലയിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന സ്ഥിതിയിൽ അവർ ജീവിക്കുന്നു. പക്ഷേ അമ്മ എങ്ങനെ ജീവിക്കുന്നു എന്ന് വിളിച്ചു ചോദിക്കാൻ പോലും അവർക്ക് ആർക്കും സമയമില്ല എന്ന് പറയും. അപ്പം അവിടെയാണ് ഞാൻ അമ്മമാരോട് പറയുന്നത്, താൻ ചത്തു മീൻ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് നമ്മൾ അവസാനിപ്പിക്കണം. ഉം. മക്കളെ വളർത്തി അവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അവരൊരു സാമ്പത്തിക നിലയിലേക്ക് ആകുമ്പോഴത്തേക്കും മക്കളെ വിളിച്ച് കൃത്യമായിട്ടൊരു എഗ്രിമെൻ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ ഇതുപോലെ ജോലി ചെയ്തു, ഇനി എൻ്റെ വാർദ്ധക്യ ദിശയിലേക്ക് ഞാൻ കടക്കുകയാണ്, അവിടെ എന്നെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതിനൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി വെക്കണം. ചുമ്മാതെ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തന്നെ ഞാൻ പറയുന്നത്. മക്കള് ഇത്ര രൂപ അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഫെസിലിറ്റി എനിക്ക് തന്നിരിക്കണം. സിസ്റ്ററെ, അങ്ങനെ നമ്മളൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോഴേ അവര് പറയും അത് നിങ്ങളുടെ കടമയല്ലേ എന്നവർ തിരിച്ചു ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയും? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വളർത്തുന്ന ഒരു പ്രായത്തിൽ, അവർ വളരുന്ന ഒരു പ്രായത്തിൽ നമുക്ക് വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും പഠിപ്പിക്കണമെന്നോ ഇതുപോലെ അവരെ ജീവിപ്പിക്കണമെന്നോ നമുക്കും എഗ്രിമെൻ്റൊന്നും നമ്മൾ ആരോടും ചെയ്തിരുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഈ എഗ്രിമെൻ്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു സ്നേഹത്തിൻ്റെ ബന്ധമായിരിക്കണം. സിസ്റ്റർ അത് അപ്പോൾ അവിടെ ഒരു ലീഗൽ ആസ്പെക്റ്റിനേക്കാൾ കൂടുതലായിട്ട് മക്കളെ വിളിച്ചിരുത്തി, അവിടെയാണ് അമ്മമാർ ഓർക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൻ്റെ പല സ്റ്റേജുകളിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കൈവിടാതെ, അതായത് ആ ഒരു സ്നേഹബന്ധം, ഒരു റെസിപ്രോസിറ്റി എന്ന് പറയും, അതായത് കൊടുക്കൽ വാങ്ങൽ, ആ ഒരു ബന്ധം കൈവിടാതെ നിങ്ങൾ പ്രത്യേകം പരിശ്രമിക്കണം.